എന്നാൽ നമ്മൾ അറിയുന്നില്ല, നമുക്ക് ഒരുപാട് സംശയങ്ങളുള്ള ഒരു വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നതെന്ന്. നമുക്ക് പല കാര്യത്തിലും ഒരു വ്യക്തത നേടിത്തരുന്നതാണ് ഭാഗവതത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളത്. നമുക്ക് ആ വ്യക്തത ഇല്ലാതെയാണ് ഇപ്പോൾ നമ്മൾ പലതും ചെയ്യുന്നത്. അമ്പലത്തിൽ പോകുന്നുണ്ട്, ഇതൊരു പൊട്ടൻ്റെ പിന്നാലെ വേറെ പൊട്ടൻ പോകുന്നു എന്നല്ലാതെ വലിയ വിവരമൊന്നും വെച്ചിട്ട് പോവുകയല്ല. എത്രയോ ആളുകൾ ഇങ്ങനെയാണ് അമ്പലത്തിലൊക്കെ പോകുന്നത്. അതുകൊണ്ടാണ് ഹിന്ദുമതത്തിൽ ഇത്രയൊക്കെ ആളുകൾക്ക് ഭക്തി ഉണ്ടെന്ന് പറയുമ്പോഴും ആത്മഹത്യയും മദ്യപാനവും ലഹരിയും ഒക്കെ കുമിഞ്ഞുകൂടുന്നത്. അപ്പോൾ ഇതൊന്നൊക്കെ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ ഭക്തിയൊന്നും മനുഷ്യനെ നന്നാക്കാനൊന്നും പോകുന്നില്ല. ഇത് വെറും ഒരു ബാഹ്യമായ എന്താ പറയുക, ഒരു ആചരണമാണത്. ഒരു ഉള്ളിത്തട്ടുന്ന ഒരു പ്രശ്നം വന്നാൽ ഈ ഭക്തിയൊന്നും അവരെ സഹായിക്കാനില്ല. പിന്നെ നെഞ്ചത്തടിച്ച് കരഞ്ഞ് നിലവിളിക്കുക ആണോ അല്ലയോ? അപ്പോൾ എന്താണ് ഈ ഭക്തി, എന്തിനാണ് ഈ ഭക്തി, ആരാണ് ഈ ഭഗവാൻ, എന്താണ് ഈ ഭഗവാൻ എന്നൊന്നും വലിയ വിവരമൊന്നും ആർക്കും ഇല്ലാതെ പോയി. ഒന്നാമത് ആരും പറഞ്ഞു തരാനില്ല, അതാണ് പ്രശ്നം. ഇപ്പം ശബരിമലയിൽ തത്വമസി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആർക്കും അറിയാം ഇതിനെക്കുറിച്ച് വലിയ വിവരം? എല്ലാവർക്കും അറിയുന്നത് അരവണ പായസവും അവിടുന്ന് അപ്പവും വാങ്ങിച്ചു കൊണ്ടുവരുന്നതാണ്. അതിനപ്പുറത്തൊരു ഭക്തി ഉള്ളവർ കുറവാണ്. അപ്പോൾ എന്താണ് ഈ ആചരണങ്ങളുടെ പിന്നിൽ ലക്ഷ്യം എന്താണ്? അപ്പോഴാണ് നമ്മൾ ഈ വാക്കെപ്പോഴും ഓർക്കണം. ഒരു തത്വത്തിലൂന്നിയതാണ് ഹിന്ദു സംസ്കാരം. എന്താണ്? ഒരു തത്വമുണ്ട്. ആ തത്വം മനസ്സിലാക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുന്നതും അത് വെറുമൊരു ബാഹ്യ ആചരണം മാത്രമാണ്. വെറുതെ സ്കൂളിൽ പോയി പഠിക്കുന്നതും അത് ശരിക്കും പഠിച്ച് ഉൾക്കൊള്ളുന്ന പാസ്സാവുന്ന വ്യത്യാസമുണ്ടോ? പറയൂ. അതേപോലെയാണ് നമുക്ക് ശരിക്കും ആ ഭക്തി ആസ്വദിക്കണമെങ്കിൽ, നമുക്ക് ആ ഈശ്വരനെ ശരിക്കും ആസ്വദിക്കണമെങ്കിൽ ഈശ്വരൻ ആരാണെന്ന് അറിയണം. അല്ലാതെ നമ്മളിപ്പോൾ ഒരു വിഗ്രഹത്തെ പോയി കണ്ട് തൊഴുതു പോകുന്നു എന്നല്ലാതെ അത് ശരിയായൊരു ഭക്തിയാണോ എന്ന് പോലും നമുക്കാർക്കും അറിയില്ല. അപ്പം അവിടെയാണ് ഈ ഭാഗവത സപ്താഹങ്ങളുടെയൊക്കെ ലക്ഷ്യവും. എന്തിനാണ് ഭാഗവത സപ്താഹം? ഇതിൻ്റെ പേര് ജ്ഞാനയജ്ഞം എന്നാണ്. എന്താണ്? ജ്ഞാനത്തെ പകർന്നു കൊടുക്കുക, അറിവിനെ പകർന്നു, അല്ലാതെ കഥ പറഞ്ഞു കൊടുക്കുന്നതല്ല. ജ്ഞാനയജ്ഞം കരിഷ്യാമി എന്നാണ് ശ്രീമദ് ഭാഗവതം. ഇത് പുരാണതിലകം യത് വൈഷ്ണവാനാം പ്രിയം യസ്മിൻ പാരമഹംസമേ മമലം ജ്ഞാനം പരം ഗീയത്തെ എന്നാണ് 12ാം സ്കന്ധത്തിൽ. 12ാം സ്കന്ധം ഏറ്റവും ഒടുവിലത്തെ അധ്യായം എടുത്ത് നോക്കൂ നിങ്ങൾ. ഏറ്റവും ഒടുവിലത്തെ അധ്യായം, അതായത് ലാസ്റ്റ് പേജിൽ നിങ്ങൾക്ക് കാണാം ശ്രീമദ് ഭാഗവതം പുരാണതിലകം യത് വൈഷ്ണവാനാം പ്രിയം യസ്മിൻ പാരമഹംസ്യമേ മമലം ജ്ഞാനം പരം ഗീയതേ. ജ്ഞാനമാണ് നമുക്ക് വേണ്ടത്, അറിവ് വേണം. നമ്മൾ പൊട്ടന്മാരെ പോലെ ഭക്തി കൊണ്ട് നടക്കരുത്. അതാണ് എനിക്ക് കുറേ ആളുകളോടൊക്കെയുള്ള വിഷമം. അവരിങ്ങനെ മൂഢരെ പോലെ എല്ലാ വർഷവും ശബരിമലയിൽ പോവും, എല്ലാ അമ്പലത്തിലും പോവും, പക്ഷെ എന്താന്നുള്ള ഒരു വിവരവും ഇല്ല. നമ്മളങ്ങനെ വിവരമില്ലാതെ പോയിട്ട് എന്താ കാര്യം? നിങ്ങൾ സ്വയം ചോദിക്കൂ. നമുക്കിതിനെക്കുറിച്ചൊരു ആധികാരികമായ അറിവ് വേണ്ടയോ? വെറുതെ ഇങ്ങനെ പൊട്ടനെ പോലെ അമ്പലത്തിൽ പോയിട്ട് എന്താ കാര്യം? അടുത്ത തലമുറ നിങ്ങളെ കളിയാക്കില്ലേ? അടുത്ത തലമുറ നിങ്ങളോട് ചോദിക്കില്ലേ, വാട്ട് നോൺസെൻസ് നിങ്ങൾ ചെയ്തത്, നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത്? ഇതൊരു പൊട്ടത്തരം പോലെ നിങ്ങൾ കൊണ്ടു നടക്കരുത്. ഇതിൻ്റെ ആധികാരികത മനസ്സിലാക്കണ്ടേ? വേണ്ടയോ? പറയൂ. കൃഷ്ണനും അതാ പറഞ്ഞത്, ഡോണ്ട് ബ്ലൈൻഡ്ലി ഫോളോ എനിത്തിങ് എന്നാണ്. ഒന്നും അന്ധമായി ആചരിക്കരുതെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ അവതാരമൂർത്തിയാണ് ആര്? കൃഷ്ണൻ. അത് നമ്മൾ പഠിച്ചില്ലേ? കൃഷ്ണനെയൊന്നും പഠിച്ചില്ലേ? നിങ്ങൾ തൊഴുതു പോകാനേ പഠിച്ചിട്ടുള്ളൂ. അതാ പ്രശ്നം. നിങ്ങൾ ഗീതയിലെ 4ാം അധ്യായത്തിൽ 38ാം ശ്ലോകം എടുത്ത് നോക്കൂ. 4:38. ഗീതയൊക്കെ പഠിക്കണം. ഗീത പഠിച്ചാലേ നിങ്ങൾക്ക് വല്ല വിവരവും ഉണ്ടാവുള്ളൂ. ഗീതയൊന്നും പഠിക്കാതെ ഒരു അമ്പലത്തിൽ പോയിട്ടും കാര്യമില്ല, വെറുതെ സമയം കളയാം. ഇതിനെ പറയും ചൊറിമാന്തി സുഖം എന്ന് പറയും. എന്താണ്? അതായത് കാലിന് വല്ല കൊതുകോ കയ്യിലോ കൊതുക് കടിച്ചാൽ അവിടെ നിന്ന് ചൊറിയുമ്പോൾ എന്ത് കിട്ടും? ഇപ്പോൾ പുറത്തൊരു കൊതുക് വന്ന് കടിച്ചു, ആ സമയത്ത് ചൊറിയുമ്പോൾ എന്ത് കിട്ടും? ഒന്നും മിണ്ടാത്തത്. ഇതുപോലെയാണ് ഈ അമ്പലത്തിൽ പോകുന്നവർക്കൊക്കെ കിട്ടുന്ന സുഖത്തിൻ്റെ പേരാണ് എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? ഒരു തരം ചൊറിമാന്തി സുഖമാണ് കിട്ടുക.
അതായത് ചെറിയ മാനസിക പ്രശ്നങ്ങളുണ്ടാവും. അവിടെ പോയി തൊഴുന്ന സമയത്ത് ഒരു സമാധാനം കിട്ടും. അതിൻ്റെ പേരാണ് ചൊറി. ഇത് ഞാൻ പറഞ്ഞ ഭാഷയല്ല, ഇത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭാഷയാണ്. ആരുടെ? വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പുസ്തകത്തിലുള്ള ഒരു വരിയാണ് ചൊറിമാന്തി സുഖം എന്നുള്ളത്. ആളുകളൊക്കെ ചൊറിമാന്തി സുഖത്തിൽ ജീവിക്കുന്നവരാണ്. അതിനപ്പുറം ഒരു ആത്മസുഖത്തിലേക്ക് ഉയരണം എന്ന് ആഗ്രഹിക്കുന്നവർ വളരെ കുറവാണ്, ഭാഗ്യമാണ്. അപ്പോൾ പറയാണ് നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ. നിങ്ങളുടെ ജീവിതം പവിത്രീകരിക്കണമെങ്കിൽ എന്ത് വേണം? ജ്ഞാനം ഉണ്ടാവണം. ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായൊരു ജ്ഞാനത്തോടുകൂടി ചെയ്യുമ്പോഴാണ് അത് വേണ്ട രീതിയിൽ നിങ്ങൾക്ക് പ്രയോജനകരമാവുക. അപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോഴും എന്ത് വേണം? ക്ഷേത്രത്തിൽ എന്തിനാണ് പോകുന്നത്, എങ്ങനെയാണ് പോകേണ്ടത്, എന്താണ് അവിടെ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊരു ആധികാരികമായ ജ്ഞാനമുണ്ടാവണ്ടേ? വേണ്ടേ? അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്നതൊക്കെ നമ്മളും അവർക്ക് പറയൂ അനുകരിക്കും. അന്ധമായി അനുകരിച്ചിട്ട് എന്താ കാര്യം? അന്ധമായി ഒരു കാര്യം ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. നമുക്ക് കാണാൻ സാധിക്കും വീണ്ടും ഭഗവത്ഗീതയിൽ ഏറ്റവും 18-ാം അധ്യായത്തിൽ കൃഷ്ണൻ ഗീതയൊക്കെ ഉപദേശിച്ചിട്ട് അർജുനോട് പറഞ്ഞു കൊടുത്ത വരികൾ എന്താ അറിയോ? അർജുനോട് പറയും വിമർശയേദശേഷേണ യഥേച്ഛസി തഥാ കുരു എന്നാണ്. അതായത് ഇതിതേ ജ്ഞാനമാഖ്യാതം ഗീതയിൽ 18-ാം അധ്യായത്തിൽ 63 64 അറിയില്ല, മേ ബി 71 അങ്ങനെ എന്തോ ആണ് ശ്ലോകം, കൃത്യം എനിക്ക് ഓർമ്മയിൽ വരുന്നില്ല. ഇതിതേ ജ്ഞാനമാഖ്യാതം കുഖ്യാൽ കുഖ്യതരം മയ. എത്രാമത്തെ ശ്ലോകമാണത്? 63-ാം ശ്ലോകം. ഇതിതേ ജ്ഞാനമാഖ്യാതം. ഞാൻ അർജുന നിനക്ക് ജ്ഞാനം ആഖ്യാതം. ആഖ്യാതം എന്ന് പറഞ്ഞാൽ നിനക്ക് വേണ്ടതുപോലെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഇനി വളരെ സൂക്ഷ്മമായ ജ്ഞാനം പറഞ്ഞു തന്നു. ഇനി എന്ത് ചെയ്യണം? വിമർശയേത ശേഷണ. നീ വിചാരം ചെയ്യണം എന്നാണ്. ഞാൻ പറഞ്ഞതിനെ നീ വേണ്ട പോലെ ചിന്തിക്കണം. അതിൻ്റെ ശാസ്ത്രത്തെ വേണ്ട പോലെ മനസ്സിലാക്കണം. വിമർശനം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം. എന്നിട്ട് വേണം യഥാ ഇച്ഛസി തഥാ കുരു. എന്നിട്ട് നീ അത് പ്രകാരം ചെയ്താൽ മതി. ഞാൻ പറഞ്ഞു എന്ന് വെച്ചിട്ട് അതിനെ അന്ധമായി ചെയ്യരുത് എന്ന് പറഞ്ഞ കൃഷ്ണനാണ്. എന്ന് പറഞ്ഞാൽ ഒന്നും അന്ധമായി അനുകരിക്കരുതെന്ന്. ഇന്നിപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഒരു പൊട്ടൻ്റെ പിന്നാലെ ബാക്കിയുള്ള പൊട്ടന്മാർ പോകുന്ന ഭക്തിയെ ഹിന്ദു മതം അധപ്പതിച്ചു പോയി. അത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ? അങ്ങനെ മൂഢതത്വത്തിൽ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യാനുള്ളതല്ല ഭക്തി എന്നുള്ളത്. മനസ്സിലായില്ലേ? മുമ്പേ ഗമിച്ചീരിന ഗോവുതൻ്റെ ഇതല്ലേ പൂന്താനവും പാടിയത്. അങ്ങനെ ആക്കി നമ്മളതിനെ. അപ്പം നമുക്കും വ്യക്തതയില്ല, വരുന്ന തലമുറയ്ക്കും വ്യക്തതയില്ലാത്തതാക്കി മാറ്റി. അപ്പം അതുകൊണ്ട് ആവർത്തിച്ച് നിങ്ങളോട് പറയാനുള്ളത്, ഇത് ഒരു കേവലം നമ്മൾ കഥാസപ്താഹമല്ല, ഇതൊരു ജ്ഞാനയജ്ഞമാണ്. എന്താണ്? അപ്പം നിങ്ങൾ പഠിക്കണം, ഗീതയൊക്കെ പഠിക്കണം. വെറുതെ അമ്പലത്തിൽ പോയി വായും പൊളിച്ച് തൊഴുതു പോകരുത്. അതൊക്കെ മൂഢത്വമാണ്. അതൊക്കെ ഈ LKG കുട്ടി UKG ലെവലൊക്കെ നമ്മൾ പഠിക്കും തോറും വളരും തോറും എന്താണ് ക്ഷേത്രം, എന്തിനാണ് ക്ഷേത്രം, അവിടെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അവിടെ എന്താണ് ഞാൻ അറിയേണ്ടത്, അനുഭവിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് എനിക്കൊരു വ്യക്തമായൊരു ജ്ഞാനമുണ്ടാവണം, ധാരണയുണ്ടാവണം. അതാണ് കൃഷ്ണനും പറയുന്നത്. ഈ ധാരണ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് വെറും മൂഢത്വമാണെന്ന് പഠിപ്പിക്കുന്ന ആളാണ് കൃഷ്ണൻ. മനസ്സിലാവുണ്ടല്ലോ? അത് കൃഷ്ണൻ ഒരു പടിയും കൂടി കടന്നു പോകുന്നുണ്ട്. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ വിഷമം വരും. അതായത് ഇതൊന്നും മനസ്സിലാക്കാതെ തീർത്ഥാടനം ചെയ്യുന്നവൻ കഴുതയാണെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. ആരാണ്? അതൊരു ശ്ലോകമുണ്ട് ഭാഗവതത്തിൽ. അത് ഇത്തിരി കടന്ന കയ്യാണത്. അത് 10-ാം സ്കന്ധം 84-ാം അധ്യായത്തിൽ 10-ാം സ്കന്ധം 84-ാം അധ്യായത്തിൽ 13-ാം ശ്ലോകത്തിൽ ഒരു വിവരവുമില്ലാതെ തീർത്ഥാടനം ചെയ്യുന്നവൻ കഴുതയാണ് എന്നുള്ളത്. ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ അമ്പലത്തിൻ്റെ മുന്നിൽ എഴുതി വയ്ക്കേണ്ട ശ്ലോകങ്ങളാണ്. അപ്പം മിക്കവാറും ഒരുവിധ അമ്പലങ്ങളിലൊക്കെ പോകുന്നവരാരാണെന്ന് പറയൂ നിങ്ങൾ? ഒരു തരം കഴുതകളാണെന്നാണ് കൃഷ്ണൻ പറയുന്നത്. നമുക്ക് ഇത്രയൊക്കെ ധൈര്യമായി കൃഷ്ണൻ അന്ന് എഴുതി പറഞ്ഞു വെച്ചിരുന്നത് വ്യാസഭഗവാൻ എഴുതി വെച്ചിരിക്കണം.
ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതല്ലേ? കിട്ടിയോ ശ്ലോകം? യസ്യാത്മബുദ്ധി 84-ാം ശ്ലോകം കിട്ടിയോ? യസ്യാത്മബുദ്ധി ഗുണപേത്രിധാതുകേ സ്വതിക്കളത്രാദിഷു ഭൗമ ഈജ്യതി യത്തീർത്ഥബുദ്ധി സലിലേന കർഹിജിത് ജനേഷു അഭിജ്ഞേഷു സ ഏവ ഗോകരാണ്. അതായത് അവനവൻ്റെ അവനവൻ്റെ ബുദ്ധി, അവനവൻ്റെ അറിവ്, ബുദ്ധി പറഞ്ഞാൽ അറിവ് എന്തിനെക്കുറിച്ച് മാത്രം? കുണപം എന്ന് പറഞ്ഞാൽ ശവമായ ശരീരം എന്നാണ്. ത്രിധാതു കുണപം എന്നാണ്. ഈ ശരീരം ത്രിധാതുക്കളാൽ നിറഞ്ഞതാണ്. ആയുർവേദത്തിൽ ത്രിധാതു എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ആയുർവേദ പ്രകാരം ത്രിധാതു എന്ന് പറയുന്ന ഏതിനെയാണ്? കേട്ടിട്ടില്ലേ അങ്ങനെ ഒരു വാക്ക്? ത്രിധാതു. ധാതുക്കൾ എന്ന് പറയുന്നത് ആയുർവേദത്തിൽ നിങ്ങളാരും കേട്ടിട്ടില്ലേ അങ്ങനെ ഒരു വാക്ക്? ഇതിനെ പറയാം വാതപിത്ത കഫം എന്നാണ് പറയാം. എന്താണ്? ഇപ്പം ഈ വാതപിത്ത കഫങ്ങൾ നിറഞ്ഞിരിക്കുന്ന ശരീരത്തെ, ആ ശരീരത്തിൻ്റെ സുഖത്തിനും പിന്നെ കളത്രാദി ഭൗമ ഈജ്യതി എന്ന് പറഞ്ഞാൽ വീട്, പറമ്പ്, കുട്ടികൾ, ഭാര്യ, ഇത്തരം പരിവാരങ്ങൾക്കൊക്കെ വേണ്ടി, ഇതൊക്കെ നിലനിർത്തുന്നതിന് വേണ്ടി, ഇത് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി തീർത്ഥബുദ്ധിം കുരുതേ എവിടെ പോകുന്നു? തീർത്ഥസ്ഥലങ്ങളിൽ പോകുന്നു. എന്നാൽ ഇതിനെക്കുറിച്ച് 4 അക്ഷരം പഠിക്കാൻ ജനേഷു അഭിജ്ഞേഷു എന്ന അഭിജ്ഞന്മാരായ അറിവുള്ള ആചാര്യന്മാരെടുത്തു പോയി ഇതൊന്നും പഠിക്കാതെ മനസ്സിലാക്കാതെ ഇങ്ങനെ സ്വന്തം ജീവിതം കേവലം ശരീരവുമാണ് കുടുംബവുമാണെന്ന് തെറ്റിദ്ധരിച്ച് അത് നിലനിർത്താൻ വേണ്ടി, അതിൻ്റെ സുഖത്തിന് വേണ്ടി തീർത്ഥബുദ്ധി ചെയ്യുന്നവൻ സയേവ ഗോകരാണ്. ഗോകര എന്ന് പറഞ്ഞാൽ കഴുതയാണെന്നർത്ഥം. ആരാണവൻ? പറയൂ. അപ്പം ഇന്ന് ഒട്ടുമുക്കാലം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഹിന്ദുക്കളിൽ ഭൂരിപക്ഷം ആരാ ഉള്ളത്? അവർക്ക് പറയൂ, കഴുതകളാണ്. കഴുതഭക്തി കൊണ്ട് നടക്കുന്നവരാണ്. നോക്കൂ, ഇതൊക്കെ അന്ന് എഴുതി വെച്ചിരിക്കുകയാണ് ഭാഗവത്തിൽ. നമ്മൾ ആ കൃഷ്ണൻ്റെ മുന്നിൽ പോകുമ്പോഴെങ്കിലും നമുക്കൊരു ബോധം വേണ്ട, ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഭഗവാന്. അപ്പോൾ എന്താ കൃഷ്ണൻ ഉദ്ദേശിക്കുന്നത്? ഇതെല്ലാം അറിയാൻ സത്സംഗങ്ങളിലേക്ക് പോകണം. ഗീതയിൽ 4-ാം അധ്യായത്തിൽ പറയും ഇതെല്ലാം എന്ത് വേണം? അറിയണം. അതിനാണ് സത്സംഗം എന്ന് പറയുന്നത്. നമ്മളെ ഹിന്ദുക്കൾക്ക് അത് നഷ്ടപ്പെട്ടു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എല്ലാ ക്ഷേത്രങ്ങളിലും നമുക്ക് സത്സംഗങ്ങൾ, നാമജപവും സത്സംഗവും കൊണ്ടുവരണം. എന്നിട്ട് നിങ്ങൾ അമ്പലത്തിൽ പോകും. അപ്പം നിങ്ങൾ അമ്പലത്തിൽ പോകുന്നത് അനുഗ്രഹമായി തീരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെറുതെ സമയം ഒരു ചൊറിമാന്തി സുഖം കിട്ടും, അതിലപ്പുറം കിട്ടില്ല. തൽക്കാലം ഒരു ചൊറിമാന്തി സുഖങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുമെന്നല്ലാതെ ഇതിനപ്പുറത്തേക്കുള്ളൊരു ഭക്തി ഉണ്ടാവും നിങ്ങൾ വിചാരിക്കരുത്. ഇത് വെറും നിങ്ങൾക്കൊരു തോന്നലുണ്ടാവും നിങ്ങൾ ഭക്തരാണ്, പക്ഷേ ഉള്ളിൽ ജീവിതത്തെ താളം തെറ്റിക്കുന്ന വല്ല അനുഭവങ്ങളും വന്നാൽ ഈ ഭക്തിയൊന്നും ശക്തിയായിട്ട് മാറില്ല. ഇത് വെറും ഒരു വിശ്വാസത്തിൽ നിൽക്കും. എല്ലാം ഞാൻ ദൈവത്തെ തൊഴുന്നുണ്ട്, ദൈവം എല്ലാം ഭംഗിയാക്കി കൊണ്ട് നടക്കുന്ന, മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ധാരണയിലൊക്കെ നിങ്ങൾക്ക് ജീവിക്കാം. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഈ തരം ധാരണയിൽ ജീവിക്കാനുള്ളതല്ല ഭക്തി. നിൽക്കട്ടെ. എന്താ പറയണത്? ഗീതയിൽ 4-ാം അധ്യായത്തിൽ പറയും എന്ത് വേണം? അതുകൊണ്ട് നിങ്ങൾ തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേശന്തിതേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിന. നമ്മളെന്ത് വേണം? എനിക്കിതിനെക്കുറിച്ചൊക്കെ ഒന്ന് അറിയണം, എനിക്കിതിനെക്കുറിച്ച് പഠിക്കണം, മനസ്സിലാക്കണം. 34-ാമത്തെ ശ്ലോകം, 34-ാം ശ്ലോകം, 4-34. എനിക്കിതൊക്കെ ഒന്ന് അറിയണം. ഞാൻ അമ്പലത്തിലൊക്കെ പോകുന്നുണ്ട്, പക്ഷെ എനിക്കറിയില്ല എന്താ അമ്പലം എന്ന്. എനിക്ക് എന്താണ് അമ്പലത്തിലൂടെ നേടേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ട് തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേശന്തിതേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിന. എനിക്കിതിൻ്റെ പിന്നിലുള്ള ജ്ഞാനം എനിക്ക് വേണ്ട പോലെ അവർക്ക് പറയൂ അറിയണം. അങ്ങനെയുള്ളവരാണ് ശരിക്കുള്ള ഭക്തന്മാർ എന്ന് ഭാഗവത്തിൽ പറയുകയാണ്. അപ്പം ഭക്തൻ എന്ന് പറഞ്ഞാൽ അറിവ് നേടാൻ വേണ്ടി അറിവ് നേടിക്കൊണ്ട് അഭ്യസിക്കുന്നവൻ. അപ്പം ജ്ഞാന അഭ്യാസം എന്നാണ് പറയുക. എന്താണ്? ജ്ഞാന അഭ്യാസം, അല്ലാതെ വെറുതെ വിശ്വാസാഭ്യാസമല്ല. ഇപ്പോൾ ഉള്ളതൊക്കെ എന്താണ്? വിശ്വാസാഭ്യാസമാണ്. അതിനെന്താക്കി മാറ്റണം? ജ്ഞാനത്തിലൂന്നിയ
അഭ്യാസമാക്കണം. നിൽക്കട്ടെ. അപ്പോൾ നമ്മളിവിടെ കാണാൻ പോകുന്ന കഥ ഇന്നലെ കൃഷ്ണനും രുക്മിണീ ദേവിയും തമ്മിലുള്ള വിവാഹമായിരുന്നു. കൃഷ്ണൻ്റെ ജീവിതം കൃഷ്ണൻ്റെ വിവാഹം അവിടം കൊണ്ട് തീർന്നില്ല. ഇനിയും ഒരുപാട് വിവാഹം ആര് ചെയ്യുന്നുണ്ട്? ലോകത്തിൽ റെക്കോർഡ് കല്യാണം കഴിച്ച ആളാണ് ആര്? കൃഷ്ണൻ. എത്രണ്ണം? 16,000. അത്രയേ ഉള്ളൂ. 16,008 കല്യാണം. ഇത്രയൊക്കെ കെട്ടു ഒരാൾ. കെട്ടിയിട്ടുണ്ടെങ്കിൽ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. 16,008 കല്യാണമൊക്കെ കഴിച്ചു എന്നൊക്കെ പറയുന്ന കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? കേട്ടിട്ടില്ലേ? ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഈ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ ദേവസ്വം ബോർഡിലൊക്കെ ജോലി ചെയ്യുന്നവർക്കൊരു ക്വസ്റ്റ്യൻ ഇട്ട് കൊടുക്കുക, കൃഷ്ണൻ്റെ 16,008 ഭാര്യമാരുടെ പേരെഴുതാൻ. ഒരുത്തനും പിന്നെ ജോലി കിട്ടില്ല. കൃഷ്ണൻ്റെ 16,008 ഭാര്യമാരുടെ പേര് കൃഷ്ണനെ അറിയുമെന്നറിയില്ല. ഇത്രയും ആളുകളുടെ പേര് അല്ലേ? 16,000. അത്രയും കെട്ടിയിട്ടുണ്ടാവുമോ? പിന്നെ ഇതിനങ്ങനെ കഥ പറയുന്നത്? വ്യാസർക്ക് എന്താ വേറെ പണിയൊന്നുമില്ലേ? വ്യാസഭഗവാൻ വെറുതെ ബ്ലഫ് അടിക്കുകയാണോ? എന്തിനങ്ങനെ ഒരു കഥ പറയണത്? പറയൂ, എന്തായിരിക്കും ആ കഥയുടെ പിന്നിലുണ്ടാവുക? എന്തെങ്കിലും ഉണ്ടാവില്ലേ? കൃഷ്ണൻ ഇങ്ങനെയൊരു കഥ പറയുമ്പം അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു സന്ദേശം ഉണ്ടാവില്ലേ? എന്തായിരിക്കും സന്ദേശം? അത് നമ്മൾ അറിയണ്ടേ? വേണോ വേണ്ടയോ? നമുക്കറിയോ ശരിക്കും? നമ്മളിങ്ങനെ ഊഹിക്കുകയാണോ ഓരോന്ന്? ശരിക്കും നമുക്കറിയാം എന്താണെന്നുള്ളത്? ഇല്ല. നിൽക്കട്ടെ. അപ്പോൾ കഥയിലേക്ക് കിടക്കാം. 16,000 അവിടെ നിൽക്കട്ടെ, അത് 8 എടുക്കാം. 8 ഭാര്യമാരാരൊക്കെയാണെന്നുള്ള അറിയുന്നവർ എത്ര പേരുണ്ട്? കൈ പൊക്കിയാൽ മതി. 8 ഭാര്യമാരുടെ ഫുൾ പേരുകൾ അറിയുന്നവർ എത്ര പേരുണ്ട്? ആരുമില്ലേ? എന്താ പകുതി കൈ പൊക്കിയിരിക്കുന്നു, പകുതി അറിയില്ല? ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം തരും. 8 ഭാര്യമാരുടെയും പേരറിയുന്ന എത്ര പേരിവിടെ ഉണ്ട്? കുട്ടികളിവിടെ ഇല്ലാതെ നന്നായി. അവർ നിങ്ങളെക്കുറിച്ച് എന്താ മനസ്സിലാക്കുക? നല്ല ടീമാണ്, ഇവർക്കേ ഒരു വലിയ വിവരമൊന്നുമില്ല എന്ന്. 8 ഭാര്യമാരാരൊക്കെയാണ്? നമുക്ക് നോക്കാം. അപ്പോൾ രുക്മിണി ഇതിപ്പോൾ പറയണ്ട, ഇന്നലെ കെട്ടിയതല്ലേ ഉള്ളൂ, അത് എല്ലാവർക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് സത്യഭാമ നിൽക്കട്ടെ, ജാമ്പവതി, യമുന, കാളിന്തി, ഭദ്രാവതി, ഭദ്ര, ശ്രീഭദ്ര. പിന്നെ ആരാണ്? പിന്നെ ആരുമില്ലേ? അറിയുന്നവർ വേറെ ആരുമില്ല. കഷ്ടം. നോക്കാം നമുക്ക്. കൃഷ്ണൻ്റെ കാലഘട്ടത്തിൽ, കൃഷ്ണൻ്റെ സമയത്ത് ദ്വാരകയിലുണ്ടായ ഒരു യാദവനായിരുന്നു സത്രാജിത്ത്. ആരാണ്? അദ്ദേഹം വലിയ ഉപാസകനായിരുന്നു. രാവിലെ എണീറ്റിട്ട് ഗായത്രി ചൊല്ലി സൂര്യഭഗവാൻ ഒരു രത്നം കൊടുത്തു. ആ രത്നത്തിൻ്റെ പേരാണ് സെമന്തകമണി. എന്താണ്? ആ രത്നത്തിനൊരു പ്രത്യേകത ഉണ്ട്. 8 ഭാരം സ്വർണം, അതായത് സ്വർണം പ്രസവിക്കും അത്രയും. ഇന്നൊക്കെയാണ് കിട്ടിയതെങ്കിൽ എന്തായിരിക്കും? സ്വർണത്തെ ഉണ്ടാക്കാൻ കഴിയുന്ന, ഇരട്ടിപ്പിക്കാൻ കഴിയുന്ന മണിയാണ് സെമന്ത. നല്ല തിളക്കം, പ്രകാശമുള്ളത് കൊണ്ട് അത് നല്ല ശോഭയുമുള്ളതാണ്. അതുള്ളിടത്ത് ദാരിദ്ര്യം ഉണ്ടാവില്ല. അപ്പം ഈ സത്രാജിത്തിന് ഈ രത്നം കിട്ടിയപ്പോൾ സമ്പൽ സമൃദ്ധി കൂടി. കാരണം അത്രയും സ്വർണം ഇങ്ങനെ ഈ പൊന്മുട്ടയിടുന്ന താറാവിനെ പോലെ ഇതിങ്ങനെ മുട്ടയിട്ടുകൊണ്ടിരിക്കുക, എന്താണ്, സ്വർണം കുമിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട് മൊത്തം സ്വർണ്ണ. ആരുടെ വീട്? പക്ഷെ എല്ലാവരും സത്രാജിത്തിനെ ഒരു സത്രാജിത്തായിട്ടേ കാണുള്ളൂ. കാരണം അയാൾ അങ്ങനെ വില വെച്ചില്ല. സത്രാജിത്ത് എന്ത് ചെയ്തു? കിരീടമൊക്കെ വെച്ച്
നല്ലൊരു ദേവനെ പോലെയൊക്കെ ഇങ്ങനെ നടക്കാൻ തുടങ്ങി. പത്രാസ് കാണിക്കണ്ടേ? അപ്പം എല്ലാവരും ഒരു ദിവസം കൃഷ്ണനോട് എന്ന് പറഞ്ഞു, നമുക്ക് തോന്നണം സൂര്യദേവൻ ഭൂമിയിൽ വന്നിറങ്ങിയിട്ടുണ്ടോ? അപ്പോൾ ഭഗവാൻ പറഞ്ഞു, സൂര്യദേവനെന്നല്ല, നമ്മുടെ സത്രാജിത്താണെന്ന്. ഭഗവാൻ അത്ര മൈൻഡ് ചെയ്തില്ല. ആരെ? അപ്പം സത്രാജിത്തിനൊരു ഒരു മനസ്സിലൊരു തോന്നൽ, കൃഷ്ണനെ ഒന്ന് കാണാം, കണ്ടിട്ട് തൻ്റെ മഹിമയൊക്കെ ഒന്ന് പറയണം. സത്രാജിത്ത് വലിയ വീമ്പൊക്കെ പറഞ്ഞപ്പം ഭഗവാൻ പറഞ്ഞു, സത്രാജിത്തെ, ഈ മണി ഇത് രാജാവിനെ ഏൽപ്പിച്ചാൽ ഇതിൻ്റെ സ്വർണം കൊണ്ട് ജനങ്ങളുടെ ക്ഷേമം ആർക്ക് നോക്കാം? അന്നത്തെ ശരിക്കുള്ള കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ആര്? ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെ പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്നോ നോക്കുക. അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർ വിചാരിച്ചത് ഈ പണം കൊണ്ട് നാട്ടിനെ എങ്ങനെ നന്നാക്കാൻ പറ്റുന്നതാണ്. ഇന്നിപ്പോൾ എങ്ങനെ തിന്നാൻ പറ്റുമെന്ന് അവർ നോക്കണത് ഇല്ലേ? കാലം മാറിപ്പോയി. അപ്പോൾ അതുകൊണ്ട് അത് അതപ്പതിക്കുകയും ചെയ്തു. അപ്പം അന്ന് കൃഷ്ണൻ ചോദിക്കുകയാണ്, ഈ മണി രാജാവിനെ ഏൽപ്പിച്ചുകൂടെ? എന്നാൽ ഇതിൻ്റെ പ്രയോജനം? സത്രാജിത്ത് പറഞ്ഞു, ഞാൻ തപസ് ചെയ്തതേ എൻ്റെ കുടുംബത്തിനാണ്. ഇത് രാജാവിന് കൊടുക്കണമെങ്കിൽ രാജാവ് തപസ് ചെയ്ത് മേടിക്കണം. ഇതൊന്നും ഞാൻ ആർക്ക് കൊടുക്കില്ല? രാജാവിന് കൊടുക്കില്ല. അപ്പം കൃഷ്ണൻ പറഞ്ഞു, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടെന്ന്. ഉടനെ സത്രാജിത്ത് പറഞ്ഞു, നീ കക്കാഞ്ഞാ മതിയെന്ന്. കാരണം നിൻ്റെ ചരിത്രം മുഴുവൻ എന്തേ ഉള്ളൂ? കട്ട ചരിത്രമേ ഉള്ളൂ. അപ്പം ഇതും കക്കാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം നീ അടുത്ത ആളിലാണ് ഒരു പെണ്ണിനെ കട്ടുകൊണ്ടുവന്നെന്ന് കേട്ടിട്ടുണ്ട്. കാരണം ശിശുപാലനെ കെട്ടിച്ചു കൊടുക്കാൻ തീരുമാനിച്ച പെണ്ണിനെ നീ അവിടുന്ന് എങ്ങനെയാണ് കൊണ്ടുവന്നത്? പിടിച്ചു കൊണ്ടുവന്ന് പറഞ്ഞാൽ കട്ട് കൊണ്ടുവന്നല്ലേ? മര്യാദയ്ക്ക് കൊണ്ടുവന്നാണോ? അതുകൊണ്ട് ഇപ്പം നിനക്ക് ഇത്തിരി സ്വർണത്തിൻ്റെ ഒക്കെ ആവശ്യം ഉണ്ടാവും എന്ന് എനിക്കറിയാമെന്ന്. കാര്യം പെണ്ണ് വന്ന പെണ്ണിനെന്ത് വേണം? സ്വർണ്ണമൊക്കെ വേണ്ടി വരും. അതുകൊണ്ട് നീ ഈ മണിയുടെ മുകളിൽ കണ്ണ് വയ്ക്കേണ്ട കൃഷ്ണ, ഇത് കക്കരുതെന്ന്. ദയവ് വിചാരിച്ച് നീ കക്കരുത്. ഉടനെ കൃഷ്ണൻ പറഞ്ഞു, എനിക്ക് നിൻ്റെ സത്രാജിത്തെ മണി ഇനിയാണെന്ന് വേണ്ട, പക്ഷെ ഞാനൊരു കാര്യം ഓർമ്മിപ്പിച്ചത് മാത്രം, ഇന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കയ്യിൽ വെക്കുന്നത് അത്ര സുരക്ഷിതത്വം ഇല്ല, അത്രേ പറഞ്ഞുള്ളൂ എന്ന്. വീണ്ടും പറഞ്ഞു, കൃഷ്ണ ദയവ് വിചാരിച്ചത് കക്കരുതേ എന്ന്. സത്രാജിത്ത് പോയി. സത്രാജിത്തിൻ്റെ സഹോദരനായിരുന്നു പ്രസേനൻ. അവൻ പറഞ്ഞു, ജ്യേഷ്ഠ മണി ഒന്ന് തരണം, എനിക്ക് മൃഗയാ വിനോദത്തിന് പോകണം. എന്താ മൃഗയാ വിനോദം? കാട്ടിൽ നായാട്ടിന്. അപ്പം എന്തിനാ ഈ മണി? ഇതിന് നല്ല ശോഭയുള്ളതുകൊണ്ട് എങ്ങാനും വൈകിക്കഴിഞ്ഞാൽ ഇരുട്ടത്ത് ഒരു വെളിച്ചം കിട്ടും. ഈ പാവം സത്രാജിത്ത് കൊടുക്കുകയും ചെയ്തു. എവിടെ? ഈ പ്രസേനൻ പോയി 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, ഒരു അഡ്രസ്സും ഇല്ല. അഡ്രസ്സും ഇല്ല, ഡ്രസ്സും ഇല്ല. അതായത് പ്രസേനനെ കാണാനില്ല. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പം പ്രസേനനെ അന്വേഷിച്ചു പോകാനൊന്നും സത്രാജിത്ത് മെനക്കെട്ടില്ല. അയാൾ കഥ പറഞ്ഞുണ്ടാക്കി. എന്ത്? മിക്കവാറും എൻ്റെ സഹോദരനെ തട്ടി കൃഷ്ണൻ ഈ മണി അപഹരിച്ച് കാണും, കട്ട് കാണും എന്നൊരു കഥ ആരുണ്ടാക്കി? സത്രാജിത്ത്. അങ്ങനെയാണ് ഈ പാട്ടുണ്ടായത്. എന്താണ്? ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മാനുഷനുള്ള കാലം, കാരാസ്കരത്തിൻ കുരുപാലിലിട്ടാൽ കയ്പ് ശമിപ്പതുണ്ടോ എന്ന് വെച്ചാൽ ചെറുപ്പത്തിലേ കട്ടവന് കക്കാതിരിക്കാൻ ഒരിക്കലും പറ്റില്ല, അത് ശീലമായിപ്പോയി. അതുകൊണ്ട് ഇത് കട്ടത് 101%. ആര് തന്നെ? ഇതിങ്ങനെ പറഞ്ഞ് പ്രചരിക്കാൻ തുടങ്ങി. എന്തിനേറെ ബലരാമസ്വാമി ചോദിക്കുക കൃഷ്ണനോട്, കൃഷ്ണ സത്യം പറയും, നീ തന്നെയാണോ കട്ടത് എന്ന്? കൃഷ്ണൻ പറഞ്ഞു, എനിക്കറിയില്ല ജ്യേഷ്ഠ, എനിക്ക് ആ മണിയായിട്ട് യാതൊരു ബന്ധമില്ല വാസ്തവത്തിൽ. പക്ഷെ
എല്ലാവരും കൂടെ ഇങ്ങനെ പറഞ്ഞ് കക്കാത്ത കൃഷ്ണൻ ആരായി? കള്ളനായി. എല്ലാവരും കൃഷ്ണനെ കണ്ടു വയ്ക്കുക, അല്ല മണി കെട്ടൂല്ലേ എന്ന്. മണി കെട്ടുമോ? കൃഷ്ണൻ പറഞ്ഞു, ഞാൻ ഈ മണിയായിട്ട് ഒരു ബന്ധവുമില്ല, പക്ഷെ എല്ലാവരും എന്നെ ഇങ്ങനെ ഒരു കള്ളനാക്കി മാറ്റി. ബലരാമസ്വാമി പറഞ്ഞു, പുറത്തിറങ്ങാൻ വയ്യ കൃഷ്ണ, നീയാണ് ആ മണി കെട്ടതെന്നും പറഞ്ഞ് വല്ലാത്ത നിന്നെക്കുറിച്ചുള്ള അപഖ്യാതി. ഒരു കാര്യം ചെയ്യും, കൃഷ്ണൻ തെളിയിച്ചോളൂ അതൊന്ന്, മണി കട്ടിട്ടില്ല എന്നുള്ളത്. കൃഷ്ണൻ കുറച്ച് ആളുകളെയും കൊണ്ട് സത്രാജിത്തിൻ്റെ സഹോദരൻ പോയ കാടും അന്വേഷിച്ച് പോയി. കണ്ടുപിടിക്കണമല്ലോ സത്യം. അങ്ങനെ പോയി എവിടെ എന്ത് പിടി കിട്ടണോ. പിന്നെ അങ്ങനെ കാടിൻ്റെ ഉൾവശത്ത് ചെന്നപ്പോഴാണ് ഒരു വളരെ ദുർഗന്ധം. അപ്പം മനസ്സിലായി എന്തോ ചീഞ്ഞളിഞ്ഞാണ്. ചെന്ന് നോക്കുമ്പോഴാണ് ഈ പ്രസേനൻ്റെ ദേഹം ചീഞ്ഞളിഞ്ഞ് കിടക്കണു. അപ്പം മനസ്സിലായി പ്രസേനനെ ആരോ കൊന്നിട്ടുണ്ടെന്ന്. കുറച്ച് ദൂരം കൂടി പോയി നോക്കുമ്പോണ്ട് എന്താണ്, ഒരു പുലിയുടെ ജഡവും കിടക്കുന്നു. അപ്പം മനസ്സിലായി പ്രസേനനെ ആര് പിടിച്ചു? പുലി പിടിച്ചിട്ടുണ്ടാകും. പുലിയെ ആരോ പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പുലിയെ ആരെ പിടിച്ച ആ പുലി ആരാണ്? അങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പം മണ്ണിൽ ഉള്ള കാലടികൾ പിന്തുടർന്ന്, അല്ലാതെ എന്താ തെളിവുള്ളത്, എത്തിച്ചേർന്നത് ഒരു ഗുഹയിലാണ്. ആ ഗുഹയ്ക്കകത്ത് ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ മണി കണ്ടു. അപ്പം അന്ന് സത്രാജിത്ത് കൊണ്ടുപോകുന്നപ്പോൾ കൃഷ്ണൻ കണ്ടിട്ടുണ്ട്. അപ്പം കൃഷ്ണന് മനസ്സിലായി മണി പിടികിട്ടി. അവളോട് പറഞ്ഞു, ആ കുട്ടിയോട് പറഞ്ഞു, ദേ ഇത് നിങ്ങളുടെ അല്ല, ഇതിൻ്റെ ഉടമസ്ഥൻ വേറെയാണ്, തന്നേക്കണമെന്ന്. ഈ കുട്ടി ജാമ്പവതി, ഇവള് ചെന്ന് നേരെ ജാമ്പവാനോട് പറഞ്ഞു, അകത്ത് ഗുഹയ്ക്കകത്തേക്ക് ചെന്ന് പറഞ്ഞു, കറുത്തിട്ട് ഒരുത്തം വന്നിട്ടുണ്ട് എന്ന്. എന്ത് ചോദിക്കണോ? ഈ മണി ചോദിക്കേണ്ട, കൊടുക്കണോ കൊടുക്കണ്ടയാണ്. അപ്പോൾ ജാമ്പവാൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അല്ല ആരാ, എവിടെന്നാ, എന്താ? ഭഗവാൻ പറഞ്ഞു, നിങ്ങളുടെ അല്ലല്ലോ ആ മണി, അതിൻ്റെ ഉടമസ്ഥൻ വേറെയല്ലേ, അതുകൊണ്ട് ആ മണി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ജാമ്പവാൻ പറഞ്ഞു, അത് നിങ്ങളുടെയാണ് എന്നുണ്ടെങ്കിൽ എന്നെ ദ്വന്ദ്വ യുദ്ധത്തിൽ, അതായത് ഗുസ്തി യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ട് വേണം ആ മണി എടുക്കാൻ. നോക്കണം പോയ പോക്ക്. ഇനിയിപ്പോൾ ആ മണി കിട്ടണമെങ്കിൽ തല്ലും കൊള്ളണം, തല്ല് കൊടുക്കുകയും വേണം, തല്ല് കൊള്ളുകയും വേണം. അതല്ലേ ഗുസ്തി എന്ന് പറയുന്നത്, മല്ലയുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ ജാമ്പവാനുമായിട്ട് മല്ലയുദ്ധം ചെയ്താലേ എന്ത് കിട്ടുള്ളൂ? മണി കിട്ടുള്ളൂ. പിന്നെ മടിച്ചില്ല, ദ്വന്ദ്വയുദ്ധം തുടങ്ങി, മല്ലയുദ്ധം തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും ബലാബലം ബലാബലം ബലാബലം. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു. യുദ്ധത്തിന് ഒരു പ്രത്യേകത വെച്ചാൽ ഈ യുദ്ധം തീരുന്നവരെ അവിടെ നിന്ന് പോകാനും പറ്റില്ല. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ജാമ്പവാൻ കൊടുക്കണം, ഉച്ചയ്ക്കത്തെ ചോറും ആര് കൊടുക്കണം, വൈകുന്നേരത്തെ ചായയും കൊടുക്കണം, രാത്രിത്തെ ചപ്പാത്തിയും കൊടുക്കണം, പോരാത്തതിന് അടിയും കൊടുക്കണം, അടി കൊള്ളുകയും വേണം. രാത്രി രണ്ടുപേരും സുഖമായിട്ട് കിടന്നുറങ്ങുകയും ചെയ്യും. അന്നത്തെ കാലത്ത് രാത്രി കിടന്നാൽ പിന്നെ ഇടിക്കില്ല, സന്ധ്യ കഴിഞ്ഞാൽ ആരും യുദ്ധം ചെയ്യില്ല. അന്നത്തെ ഒരു കാലം അങ്ങനെ ഒരു മര്യാദ ഉണ്ടായിരുന്നു അല്ലേ. അങ്ങനെ അവർ 27 ദിവസം എന്ത് യുദ്ധം. 28ാമത്തെ ദിവസം ഭഗവാൻ മലർത്തി അടിച്ചു ജാമ്പവാനെ. ആ സമയത്ത് ജാമ്പവാൻ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞ വാക്ക്, എന്നെ മലർത്തി ഇടാൻ ഇവിടെ ഒരാൾക്കേ പറ്റുള്ളൂ, അത് ശ്രീരാമനല്ലാതെ വേറൊരാൾക്ക് സാധ്യമല്ല. അങ്ങ് ആരാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ കൃഷ്ണന് മനസ്സിലായി ഇദ്ദേഹം പാവം ഭക്തി കൊണ്ടാണ്, ആ ഒരു ഭക്തിഭാവത്തിലാണ്, രാമഭാവം കാണിച്ചു കൊടുത്തു എന്നാണ്. ആർക്ക്? പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഭഗവാനോട്, ലോകത്തിൽ ഇടിച്ചു പൂജിച്ച, തല്ലി പൂജിച്ച ഒരേ ഒരു ഭക്തൻ ആരേ ഉണ്ടാവുള്ളൂ? ബാക്കി എല്ലാവരും പൂക്കളുകൊണ്ടായിരിക്കും പൂജിച്ചിട്ടുണ്ടാവുക. കൃഷ്ണനെ തല്ലി ഒരു പരുവത്തിലാക്കി പൂജിച്ച ആള് എനിക്ക് തോന്നുന്നു കൃഷ്ണനായിരിക്കും ആദ്യത്തെ പഞ്ചകർമ്മ ചികിത്സയ്ക്ക് പോയത് ഇല്ലേ. ഇത്രയും ഇടിയും കുത്തും ബഹളവും ഒക്കെ കൊണ്ട് ഭഗവാൻ പറയേ അതിലൊന്നും സാരമില്ല ജാമ്പവാൻ, അങ്ങയുടെ ഒരു ഭക്തിയല്ലേ, സാരമില്ല, അതുകൊണ്ട് ആ മണി തന്നേക്കൂ, ഇനിയും എന്നെക്കുറിച്ചുള്ള ചീത്തപ്പേര് അവിടെ നിൽക്കണ്ടല്ലോ.
അതുകൊണ്ട് മണി തന്നേക്കുന്നു. അപ്പോൾ ഉടനെ ജാമ്പവൻ പറഞ്ഞു, എന്നെ അങ്ങനെ വിഷമിപ്പിക്കരുത്. ഞാൻ ചെയ്തതിനൊരു പ്രായശ്ചിത്തം എന്നുള്ള നിലയ്ക്കും ഞാൻ ഈ വളർത്തുന്ന ഈ മകളെ ഞാൻ അങ്ങേക്ക് തരികയാണ്. ഒരു മാലയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കൃഷ്ണൻ്റെ കഴുത്തിലിട്ടു. അങ്ങനെ കൃഷ്ണൻ അവിടുന്ന് തിരിച്ചു പോന്നു. ദ്വാരകയിലെത്തിയപ്പം എല്ലാവർക്കും സന്തോഷമായി. കാരണം 10-26 ദിവസമായിട്ട് കൃഷ്ണനെക്കുറിച്ച് ഒരഡ്രസ്സും ഇല്ല. കൃഷ്ണനും പോയി തോന്നുമെന്നാണ്. മണിയും പോയി, കൃഷ്ണനും പോയി. പലരും വേണ്ടാത്ത കഥകളുണ്ടാക്കും. അതായത് കൃഷ്ണൻ തന്നെ കട്ടെടുത്തിട്ട് മണിയും കൊണ്ട് ഓടിപ്പോയി എന്നൊക്കെയുള്ള കഥയുണ്ടാക്കാനോ. ഏതായാലും അതൊക്കെ കഴിഞ്ഞ് കൃഷ്ണൻ തിരിച്ചെത്തിയപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. പക്ഷേ രുക്മിണീ ദേവിക്ക് ഇത്തിരി സങ്കടമായി. കാരണം കൂടെ ഇപ്പോൾ ഒരാളും കൂടി ഉണ്ടേ. ഒറ്റയ്ക്കല്ലല്ലോ വന്നത്, ആരും കൂടിയുണ്ട്, ജാമ്പവതിയുണ്ട്. അങ്ങനെ ജാമ്പവതിയൊക്കെ വീട്ടിലാക്കി ബലരാമസ്വാമിയോട് കഥയൊക്കെ പറഞ്ഞു. ബലരാമസ്വാമി പറഞ്ഞു, എൻ്റെ കൃഷ്ണ ഇനി ഇത് വെച്ചിരിക്കേണ്ട, പോയി സത്രാജിത്തിന് കൊടുക്കുമെന്ന്, അല്ലെങ്കിൽ ഇനിയും അവൻ നുണ പ്രചരിപ്പിക്കുന്നു. സത്രാജിത്തിൻ്റെ അടുത്ത് സംബന്ധം കൊണ്ടുവച്ചു. സത്രാജിത്തിനോടുള്ള കഥകളൊക്കെ പറഞ്ഞപ്പം സത്രാജിത്ത് പൊട്ടി പൊട്ടി കരഞ്ഞിട്ട് പറഞ്ഞു, എന്നാലും ഞാനില്ലാത്ത അപഖ്യാതി പറഞ്ഞില്ലേ, അപരാധം പറഞ്ഞില്ലേ, അങ്ങയെക്കുറിച്ച് എത്ര ദോഷം പറഞ്ഞു, അതുകൊണ്ട് എനിക്കൊരു പ്രായശ്ചിത്തം ചെയ്യണമെന്ന്. ഇനിയിപ്പോൾ എന്താവോ സത്രാജിത്തിൻ്റെ പ്രായശ്ചിത്തം? സത്രാജിത്ത് അകത്തേക്ക് നോക്കിയൊരു വിളി, സത്യേന്നൊരു വിളി. ആരിറങ്ങി വരുന്നു? സത്യഭാമ. അവളുടെ കയ്യിലൊരു മാലയൊക്കെ കൊടുത്ത് അവൾ ചോദിച്ചു, എന്താ അച്ഛാ, കഴുത്തിലിട്ടോളൂ എന്ന്. ആരുടെ? കൃഷ്ണൻ്റെ കഴുത്തിലിട്ടോളാൻ. എന്നിട്ട് മണിയും കൃഷ്ണൻ്റെ കയ്യിൽ കൊടുത്തു. കൃഷ്ണൻ പറഞ്ഞു, ഇനി ആ മണി വേണ്ട. അപ്പം ആ മണി കാരനാണ് 2 കെട്ട് കെട്ടേണ്ടി വന്നത്. ഇല്ലേ, കക്കാതെ കട്ടു എന്നുള്ള അപഖ്യാതിയും പറഞ്ഞ് 2 കല്യാണം കഴിക്കേണ്ടി വന്നു. അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് കൃഷ്ണൻ വരുമ്പോൾ രുക്മിണീ ദേവി നോക്കുമ്പോൾ പോകുന്നത് ഒറ്റയ്ക്കാണ്. വരുമ്പോൾ ഒരാളെയും കൊണ്ടാണ് വരുന്നത്. അപ്പം അങ്ങനെ 2 പേരെ കെട്ടി. അങ്ങനെ 2ആയി, ഇപ്പം 3ആയില്ലേ മൊത്തം. അത് കഴിഞ്ഞ് കൃഷ്ണൻ്റെ അച്ഛൻ്റെ സഹോദരിമാരായിരുന്നു രാജാതി ദേവി തുടങ്ങിയിട്ടുള്ളവർ. അവരുടെ മക്കളായിരുന്നു 2 പേരും, ഭദ്രയും മിത്രവിന്ദിയും. ആരാണ്? അവരെ ദുര്യോധനന് കൊടുക്കാൻ അവരുടെ പാരൻസ് തീരുമാനിച്ചപ്പോൾ അവർ പറഞ്ഞു, കൃഷ്ണനെ അല്ലാതെ ഞങ്ങൾ ആരെയും കല്യാണം കഴിക്കില്ല. അപ്പം കൃഷ്ണൻ അവരെയും കൂട്ടിക്കൊണ്ടുവന്നു. ആരെയൊക്കെ? ഭദ്രയും മിത്രവിന്ദിയും. പിന്നെ ഒരിക്കൽ ഒരു രാജാവ് മകളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ, പഴയ കാലത്തൊക്കെ ഇങ്ങനെ ധീരവീരതയൊക്കെ കാണിക്കുന്നവർക്കാണ് കല്യാണം കഴിച്ചു കൊടുക്കുക. അപ്പോൾ 7 കാളകൾ, പടുകൂറ്റൻ കാളകൾ ഒരു മൈതാനത്തിലേക്ക് ഇറക്കി വിട്ടിട്ട് പറഞ്ഞു, ഈ കാളകളെ ആരാണോ കെട്ടുന്നത് അവർക്ക് ഞാൻ എൻ്റെ ഏക മകളെ കെട്ടിച്ചു വിടുന്നു. വാസ്തവത്തിൽ കൃഷ്ണൻ അതൊന്ന് കാണാൻ പോയതാണ്, എങ്ങനെ ഉണ്ടാവും അത് എന്നുള്ളത്. അവിടെ ചെന്ന് നോക്കുമ്പോൾ പാവം കെട്ടാൻ വന്ന രാജാക്കന്മാരെയൊക്കെ ഒരുവിധം കാളകൾ കെട്ടിയിട്ടുണ്ട്. കുത്ത് കിട്ടിയിട്ട് എല്ലാം അവിടെ ഓട്ട ഇവിടെ ഓട്ട, എല്ലാം നല്ല പരിക്ക് പറ്റി കിടക്കുകയാണ്. ആർക്കും കാളകളെ തൊടാൻ പോലും പറ്റിയില്ല. ഉടനെ കൃഷ്ണൻ രംഗത്തേക്ക് ഇറങ്ങി. കൃഷ്ണനാണെങ്കിൽ കുട്ടിക്കാലം മുതലേ ആരെ കൊണ്ട് ശീലമുണ്ട്? പശുക്കളെ കൊണ്ട് ശീലമുണ്ട്. ആ കാളകളെയൊക്കെ കെട്ടി എല്ലാം റെഡിയാക്കി കെട്ടിയപ്പം രാജാവ് മകളെ വിളിച്ചിട്ട് മാല കൊടുത്തിട്ട് പറഞ്ഞു, കഴുത്തിലിട്ടോളൂ. ഇതൊക്കെ കഴിഞ്ഞ് കൃഷ്ണൻ തിരിച്ചെത്തിയപ്പം ബലരാമസ്വാമി, എന്താ കൃഷ്ണ ഈ കാണിക്കണതെന്ന്. ഞാനെന്ത് കാണിക്കാനാ, ഞാൻ കാളയെ കെട്ടി, ഇവളെ എന്നെ കെട്ടിയെന്ന്. അങ്ങനെ 2 പേരും കെട്ടി. കൃഷ്ണൻ കെട്ടിയത് കാളയാണ്, ഇവള് കൃഷ്ണനെ കെട്ടി. അങ്ങനെ ഇപ്പം എത്രയായി? എണ്ണുമില്ലേ നിങ്ങൾക്ക്? 5ആയില്ലേ ഇപ്പം? എത്രയായി? 6ആയി. എത്രയായി? 6 പേരായി. ആരൊക്കെയാണ് ഇപ്പം 6 പേര്? രുക്മിണി, സത്യഭാമ, ജാമ്പവതി, മിത്രവിന്ധ്യ, ഭദ്ര. ഇപ്പോൾ സത്യ എന്നാണ് ഇവളുടെ പേര്. എന്താണ്? സത്യ. എത്രയായി ഇപ്പം? 6. പിന്നെ കൃഷ്ണൻ കല്യാണം കഴിക്കുന്നു. ഒരിക്കൽ അർജുനൻ്റെ കൂടെ രാവിലെ മോർണിംഗ് വാക്കിന് പോയതാണ് കാളിന്തി തീരത്തൂടെ. ആരാണ്? അല്ല, ഏതിലൂടെയാണ്? കാളിന്തി തീരം. അവിടെ ഒരു പെൺകുട്ടി ധ്യാനം നിരതയാണ്. അപ്പോൾ അർജുനൻ ചോദിച്ചു, എന്തിനാ മോളെ ഇങ്ങനെ കണ്ണടച്ചിരിക്കുന്നതെന്ന്. പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിക്കാൻ തപസ് ചെയ്യാണ്. അപ്പം അർജുനൻ ചോദിച്ചു, ഞാനാണോ എന്ന്. ആട്ടി കളഞ്ഞവള്.
പിന്നെ ആരെയാണെന്ന്, എനിക്ക് കൃഷ്ണനെയാണ് വേണ്ടത്. ഓ വന്നോളൂ, ഇതാ എൻ്റെ കൂടെ വന്നിട്ടുണ്ടെന്ന്. ഇപ്പോൾ കൃഷ്ണൻ തന്നെ ഒരു മാലയൊക്കെ അറേഞ്ച് ചെയ്ത് കാളിന്ദിയെ കൊണ്ട് കൃഷ്ണൻ്റെ കഴുത്തിലിടിപ്പിച്ചു. രുക്മിണീ ദേവി തിരിച്ചു വന്നിട്ട് ചോദിച്ചു, എന്താ ഭഗവാനെ രാവിലെ നടക്കാനും പോകാൻ പറ്റില്ലേ? പറഞ്ഞു, എന്ത് ചെയ്യാനാണ്, ഇവക്കും എന്നെ കെട്ടണം. അങ്ങനെ അവളെയും കൊണ്ടുവന്നു. കാളിന്തി എന്നാണ് അവളുടെ പേര്. ആരാണ്? പിന്നെ അത് കഴിഞ്ഞിട്ട് കൃഷ്ണൻ ഒരു കല്യാണം അറ്റൻഡ് ചെയ്യാൻ പോയതാണ്. ഒരു രാജാവിൻ്റെ മകളെ സ്വയംവരത്തിന് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ അവൾ വേറെ ആരെങ്കിലാണ് കെട്ടേണ്ടത്. കൃഷ്ണൻ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോയതാണ്, ക്ഷണിക്കപ്പെട്ടു പോയതാണ്. ഈ പെണ്ണ് ഇത് വെച്ചാലും മാലയും കൊണ്ട് കൃഷ്ണൻ്റെ കഴുത്തിൽ കൊണ്ടിട്ടു. അങ്ങനെ ലക്ഷ്മണ എന്ന് പറയുന്ന പെൺകുട്ടിയും കല്യാണം കഴിച്ചു. ആരാണ്? ഇപ്പം എത്ര പേരായി? ആരൊക്കെയാണ് ഇപ്പം? 8 പേര്. ഇപ്പം പേര് പറയാൻ പറ്റില്ലേ? ആരൊക്കെയാണ്? രുക്മിണി, സത്യഭാമ, ജാമ്പവതി, ശ്രീഭദ്ര, മിത്രവിന്ധ്യ, സത്യ, കാളിന്തി, ലക്ഷ്മണ. അപ്പം എത്ര പേരായി? 8. പിന്നെ ഒരിക്കൽ നരകാസുരൻ എന്നൊരു അസുരൻ ഉണ്ടായിരുന്നു. ആരാണ്? നരകാസുരൻ. നരകാസുരന് ഒരു മോഹം, അദ്ദേഹത്തിന് ഒരു പൗർണമി ദിവസം 16,000 പെമ്പിള്ളരെ കെട്ടണമെന്ന്. എത്ര പേരെ? അങ്ങനെ 16,000 പെമ്പിള്ളരെ ഇയാൾ കൊണ്ടുപോയി താമസിപ്പിച്ചു. ലോകത്തിലെ ആദ്യത്തെ വിമൻസ് ഹോസ്റ്റൽ അയാളുടെ ഇരിക്കണം. എത്ര പേര്? എന്നിട്ട് കല്യാണം കഴിക്കാനൊക്കെ തീരുമാനിച്ച് അപ്പോഴേക്കും പെൺകുട്ടികൾ ഒരു ദൂതനെ പറഞ്ഞയച്ചു കൃഷ്ണൻ്റെ അടുത്തേക്ക്, ഞങ്ങളെ ഒന്ന് രക്ഷിക്കണമെന്ന്. കൃഷ്ണന് മനസ്സിലായി ഈ കളി തീക്കളിയാണ്. ഇതുവരെയൊക്കെ ഓരോ ആൾക്കാരെ നേരിട്ടാൽ മതി, ഇതിപ്പോൾ എത്ര പേരാ? അതുകൊണ്ട് കൃഷ്ണൻ എന്ത് ചെയ്തു വെച്ചാൽ ഈ നരകാസുരൻ്റെ കൊട്ടാരം ആക്രമിച്ച് നരകാസുരനെ കൊല്ലാനായി പോകുമ്പോൾ കൃഷ്ണൻ സത്യഭാമയും കൂടെ കൊണ്ടുപോയി. ഒരു റിസ്ക് ഒഴിവാക്കാലോ. അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് കെട്ടുന്നതിന് മുമ്പ് കൂടെ ഒരാൾ ഉണ്ടെന്ന് വരുമല്ലോ. അങ്ങനെ അവിടെ ചെന്ന് ഘോര യുദ്ധത്തിൽ നരകാസുരനെ വധിച്ചു. വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കഥകളൊക്കെ, ഞാൻ പറയുന്നില്ല എന്ന് മാത്രം, സമയമില്ലാത്തതുകൊണ്ട്. അങ്ങനെ അവൻ്റെ മുരൻ എന്ന മന്ത്രിയെ വധിച്ചു. പ്രാഗ്ജ്യോതിഷപുരം എന്ന കൊട്ടാരം ആക്രമിച്ച് അവൻ്റെ ശോണിതപുരം എന്ന രാജ്യത്തിലേക്ക് കടന്ന ഭഗവാൻ അവനെ കൊന്ന് ആ 16,000 പെമ്പിള്ളരെയും മോചിപ്പിച്ചു. പോയിക്കോളാൻ പറഞ്ഞു, കൊണ്ടുവിട്ടോളാം. അവർ പറഞ്ഞു, ഇനി ഞങ്ങൾ പോവില്ല, കാരണം ഞങ്ങൾ പോയാൽ ആരും ഞങ്ങളെ ആക്സെപ്റ്റ് ചെയ്യില്ല. കാരണം അന്നത്തെ കാലത്ത് വേറൊരു പുരുഷൻ്റെ കസ്റ്റഡിയിൽപ്പെട്ടാൽ അവരുടെ ചാരിത്രഭംഗം വന്നു എന്നൊരു ധാരണ സമൂഹത്തിനുണ്ടാവും. അതുകൊണ്ട് ഞങ്ങളെ ഒരിക്കലും ഇനി മറ്റുള്ളവർ സ്വീകരിക്കില്ല. അപ്പോൾ ഭഗവാൻ ചോദിച്ചു എന്ത് ചെയ്യണം? അപ്പോൾ അവർ പറഞ്ഞു, ഭഗവാനെ 8 പേര് ഓൾറെഡി ഉണ്ടല്ലോ, ഇനി ചെറിയൊരു കൂട്ടും കൂടിയല്ലോ വേണ്ടു. എത്ര ചെറുത്, എത്ര ഒരു ചെറിയ കൂട്ടലും കൂടി കൂട്ടണം. എത്ര പേരെ? 16,000 പേരെയും കൂടി കൂട്ടണം. രുക്മിണി കൂടെ പോയ സത്യഭാമയ്ക്ക് തലകറക്കം വന്നു. 1ഉം 2ഉമോ? കാരണം ഇവരെയൊക്കെ കൊണ്ടുവന്നാൽ ഇവർക്ക് എന്താ ഭക്ഷണം കൊടുക്കുക? ഇഡ്ഡലി സാമ്പാറും കൊടുക്കാൻ പറ്റുമോ? ദോശയും ചട്നി ഉണ്ടാക്കാൻ പറ്റുമോ? എന്നും കഞ്ഞിയും ചമ്മന്തി തന്നെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, കൃഷ്ണൻ ഷോപ്പിങ്ങിന് പോകുന്നു ഒക്കെ ഒന്ന്, ഇത്രയും സ്ത്രീകളെയും കൊണ്ട് അല്ലേ? കൃഷ്ണനെ ആരെങ്കിലും കുടുംബസമേതം കല്യാണത്തിന് ക്ഷണിച്ചാൽ എങ്ങനെ ഇരിക്കും? കൃഷ്ണനെ ആരെങ്കിലും കുടുംബസമേതം കല്യാണത്തിന് ക്ഷണിച്ചാൽ എങ്ങനെ ഇരിക്കും? പിന്നെ ആർക്കും കല്യാണം നടത്തേണ്ടി വരില്ല. അത് ഈ 16,000 ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണ്ടേ? ചില്ലറ കാര്യമാണത്. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, കൃഷ്ണൻ അന്ന് ശരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൃഷ്ണൻ്റെ വീട്ടിൽ അടുക്കളയൊക്കെ എങ്ങനെയിരിക്കുന്നത് അല്ലേ? എത്ര ആളുകൾക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കാനുള്ള വലിയ വലിയ ഉരുളികളും പാത്രങ്ങളും അല്ലേ, അണ്ടാവുകളും പാത്രങ്ങളൊക്കെ വേണോ? അത് തന്നെ വലിയൊരു സംഭവമായിരിക്കും. ഏതായാലും ആ 16,000 പേരെയും കൃഷ്ണൻ സ്വീകരിച്ചു. പിന്നെ കഥ പറയുന്നത് ഒരു ശുഭദിനത്തിൽ 16,000 മണ്ഡപത്തിൽ ഇരുത്തി അവരെയൊക്കെ സ്വീകരിച്ചു എന്നാണ്. അപ്പം ഇങ്ങനൊരു കഥ പറയുമ്പോൾ നമ്മൾ ഈ കഥയുടെ പിന്നിലേക്ക് നോക്കണം. എന്താണ് ഈ കഥ? ഇതൊരു വലിയ സയൻസാണ് ഈ പറയണത്. നമുക്ക് നോക്കാം. ഈ 8, ആദ്യം 8 പറഞ്ഞു, പിന്നെ 16,000. എന്താണ് 8?
ഹിന്ദുമതത്തിൽ 8-നൊരു പ്രത്യേകത ഉണ്ട്. അതിന് അഷ്ടം എന്നാണ് പറയുക, അല്ലേ? 8 വെച്ചിട്ടുള്ള കുറേ വാക്കുകൾ നമുക്കുണ്ട്. ഏതൊക്കെയാണ്? സംസ്കൃതത്തിൽ അഷ്ടം എന്ന പേര് വരുന്ന എന്തൊക്കെയാണ് നമുക്കുള്ളത്? അഷ്ടൈശ്വര്യമുണ്ട്, അഷ്ടലക്ഷ്മിയുണ്ട്, പിന്നെ അഷ്ടപതിയുണ്ട്, അഷ്ടമി രോഹിണിയുണ്ട്, അഷ്ടസുഗന്ധ അഷ്ടവൈദ്യമുണ്ട്, പിന്നെന്താണ്? അഷ്ടാംഗ യോഗമുണ്ട്, പിന്നെന്തൊക്കെയാണ്? 8 എന്നതിന് മറ്റൊരർത്ഥം പ്രകൃതി എന്നാണ്. എന്താണ്? 8 പ്രകൃതി, അഷ്ടദാ പ്രകൃതി എന്ന് പറയും. എന്താണ്? ഈ 8 പ്രകൃതിയുടെ പ്രതീകമാണ് ഭദ്രകാളിക്ക് അല്ലെങ്കിൽ ദുർഗയ്ക്ക് 8 കൈകൾ. ഏതാണ് ഈ 8 പ്രകൃതി? കൃഷ്ണൻ നോക്കൂ, ഇത്രയും നല്ല ഒരു ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. വ്യാസഭഗവാൻ കഥ പറയുന്നതിന് പിന്നിലൊക്കെ വലിയ സയൻസ് ഉണ്ട്. നിങ്ങൾ ഗീതയിൽ 7-ാം അധ്യായത്തിൽ 4-ാം ശ്ലോകം എടുക്കുക. 7-4 8-ൻ്റെ ആ ഒരു ശാസ്ത്രം പഠിപ്പിച്ചു തരും. എന്താണത്? ഭൂമിരാപോ നലോ വായു ഖം മനോ ബുദ്ധിരേവച അഹങ്കാര ഇതീയമ്മേ ഭിന്ന പ്രകൃതി അഷ്ടത. വളരെ ശ്രദ്ധിക്കണേ, ഫിസിക്സാണ് ഈ പഠിപ്പിക്കുന്നത്. പ്രകൃതി എന്നാൽ വികൃതി, ചലനമുള്ളത് എന്നാണ് അർത്ഥം. എന്താണ് പ്രകൃതി എന്ന് പറഞ്ഞാൽ? ചലനമുള്ളത്. ഇവിടെ 8 കാര്യങ്ങളാണ് ചലനമുള്ളത്. ഈവൻ ഫിസിക്സ് പോലും അത്ര എത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോഴും ഫിസിക്സ് ഒരു മെറ്റീരിയൽ സയൻസാണ്. ഇപ്പോൾ കുറേയും കൂടി അടുത്തേക്ക് വരുന്നുണ്ട്, ഒരു സ്പിരിച്വൽ സയൻസിലേക്ക് വരുന്നുണ്ട്. അതായത് ഒബ്സർവർ കാൺ ബി സെപ്പറേറ്റഡ് ഫ്രം ദ ഒബ്സർവേഷൻ എന്നൊക്കെയുള്ള പുതിയ പുതിയ ഒരു കണ്ടുപിടുത്തങ്ങളൊക്കെ അവരെത്തിക്കഴിഞ്ഞു. നിൽക്കട്ടെ, വളരെ ശ്രദ്ധിക്കുക. ഈ സയൻസ് എന്ന് പറയുന്നത് ചലനമാണ്, അതെപ്പോഴും ഓർക്കണം. എന്താണ്? 8 ചലനങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ് കൃഷ്ണൻ പറയുന്നത്. ഏതൊക്കെ 8 ചലനങ്ങൾ? 8 ചലനങ്ങളുള്ള സാധനങ്ങൾ ഏതൊക്കെയാണ്? ഭൂമി ചലിക്കുന്നുണ്ട്, ഉണ്ടോ? ഉറക്കെ പറയൂ. ഭൂമി ചലിക്കുന്നു, ഭൂമിക്കുണ്ടോ ചലനം? പിന്നെ ഏതാണ്? വായു ചലിക്കുന്നു, പിന്നെ ജലം ചലിക്കുന്നു, പിന്നെ അഗ്നി ചലിക്കുന്നു, ആകാശം ചലിക്കുന്നു. അന്ന് കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് ആകാശം ചലിക്കുന്നു. പിന്നെയാണ് സയൻസൊക്കെ പറഞ്ഞത് സ്പേസ് എക്സ്പാൻഡ് എന്ന്. എന്താണ്? സ്പേസും എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പാൻഡ് ചെയ്യപ്പെടുന്നത്. അപ്പം അതിനർത്ഥം സ്പേസിനും എന്തുണ്ട്? ചലനമുണ്ട്. ഇത്രയാണ് ഫിസിക്സൊക്കെ കണ്ടെത്തിയത്. ഇനി കൃഷ്ണൻ പറയുന്നു, ഇനി എന്തിനൊക്കെയാണ് ചലനമുള്ളത്? അടുത്തത്, നമ്മളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രാണൻ ചലിക്കുന്നുണ്ടോ? ഉറക്കെ പറയൂ. അതും ചലനമല്ലേ? ഉറക്കെ പറയൂ. ഉണ്ട്. മനസ്സിൻ്റെ വികാരങ്ങൾ ചലിക്കുന്നുണ്ടോ? എന്നൊരേ വികാരത്തിൽ ഇരിക്കാൻ പറ്റുമോ? ഇല്ല. ഇനി ഞാനെന്ന ഭാവം രാവിലെ ഉണരുന്നു, രാത്രി കെട്ടടങ്ങുന്നു, അതിനും ചലനമുണ്ടോ? ഉറക്കെ പറയൂ. അപ്പം പ്രാണൻ ചലിക്കുന്നു, ചിന്തകൾ ചലിക്കുന്നു, ഞാനെന്ന ഭാവം ചലിക്കുന്നു. ഇതിനെയാണ് മനോബുദ്ധി അഹങ്കാരം എന്ന് പറയുക. എന്താണ്? ഇപ്പം മനസ്സെന്ന് പറയുന്നതുകൊണ്ട് അവിടെ അർത്ഥമാക്കുന്നത് പ്രാണൻ എന്നർത്ഥം. ബുദ്ധി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ചിന്തകൾ, വികാരങ്ങൾ എന്നർത്ഥം. അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഞാനെന്ന ഭാവം. ഇതൊക്കെ ചലിക്കുന്നുണ്ട്. അതായത് 5 ബാഹ്യചലനവും 3 ആന്തരിക ചലനവും. ഈ 8 ചലനങ്ങളെയാണ് കൃഷ്ണൻ്റെ 8 പത്നിമാരായി വച്ചിരിക്കുന്നത്. ആരാണ് കൃഷ്ണൻ്റെ 8 പത്നിമാർ? സ്ഥൂല സൂക്ഷ്മങ്ങളായ 8 ചലനങ്ങളെയാണ് കൃഷ്ണൻ്റെ അവർക്ക് പറയൂ 8 ഭാര്യമാര് ആയിട്ട് വെച്ചുള്ളത്. ഇനി 16,000 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് ഉള്ളിലുള്ള ചിന്തകളെയാണ് പറയുന്നത്. എന്താണ്? വികാര, ഷോഡശ വികാരാണ്. 16,000 ചിന്തകളാണ്. 8 പ്രകൃതിയും 16,000 ചിന്തകളും. ഇതാണ് ഈ പ്രപഞ്ചം, നമ്മളിലൊക്കെ നമ്മളുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന പ്രപഞ്ചം. ഇനി കൃഷ്ണൻ ആരാണ്? കൃഷ്ണൻ എന്ന് പറയുന്നത് ഇതിൽ നിന്നും
വേർപെട്ട, ഇതിനെ ഇതിൻ്റെ താളക്രമത്തെ നിയമത്തോടെ നിലനിർത്തുകയും ചെയ്യുന്ന ശുദ്ധബോധമാണ്, നിത്യ ശുദ്ധബോധമാണ്, അല്ലെങ്കിൽ പൂർണ്ണബോധമാണ്. ആര്? കൃഷ്ണൻ. അപ്പോൾ പൂർണ്ണബോധമാകുന്ന കൃഷ്ണനിൽ 8 പ്രകൃതിയും 16,000 ചിന്തകളും. ഇതാണ് കൃഷ്ണനും 16,008 ഭാര്യമാരും. ഇതെൻ്റെ വ്യാഖ്യാനമല്ലേ, ഇത് ഭാഗവതത്തിൽ നമുക്ക് നോക്കാം. ഭാഗവതത്തിൽ 7-ാം സ്കന്ധത്തിൽ 7-ാം അധ്യായത്തിൽ 22-ാം ശ്ലോകത്തിൽ പറയും. 7-22 7-ാം സ്കന്ധത്തിൽ 7-ാം അധ്യായത്തിൽ 22 ഫസ്റ്റ് വോള്യം പുസ്തകമുള്ളവർക്ക് കാണാൻ പറ്റും. അവിടെ പറയും, അഷ്ടോ പ്രകൃതയ ത്രയ ഏവ ഹി തദ്ഗുണ വികാര ഷോഡശാചാര്യ പുമാൻ ഏക ഈയതേ എന്നാണ്. അഷ്ടൗ പ്രകൃതയ, പ്രകൃതി എത്രണ്ണം? അഷ്ടം എന്ന് പറഞ്ഞാൽ 8 ആണ്. വികാരങ്ങൾ ഷോഡശം എന്ന് പറഞ്ഞാൽ 16 എന്നാണ്. പക്ഷെ ഇവിടെ 16,000 എന്ന് പറഞ്ഞാൽ അനന്തം എന്നർത്ഥം. എന്താണ്? അനന്തം വികാരങ്ങളാണ്. എന്നാൽ ഇതിനൊക്കെ അപ്പുറത്ത് ഇതിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ആരുണ്ട്? ഒരു പുമാൻ, ഏക പുമാൻ ഉണ്ട്. അതായത് ഒരു സ്വതന്ത്രമായ പൂർണ്ണമായ ബോധമുണ്ട്. ഇതാണ് നമ്മളെപ്പോഴും ഓർക്കേണ്ടത്. ഒരു പൂർണ്ണവും സ്വതന്ത്രവുമായ ബോധത്തിലാണ് വികാരങ്ങളെല്ലാം നിൽക്കുന്നത്. ഇത് സയൻസ് നമ്മളെ പഠിപ്പിക്കാത്തൊരു വിഷയമാണ്. ഗീതയിൽ 9-ാം അധ്യായത്തിൽ 10-ാം ശ്ലോകം, ഇതൊക്കെ കുട്ടികൾ പഠിക്കണം. 9-10 അവിടെ കൃഷ്ണൻ പറയും, മയാധ്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം ഹേതുനാനേന കൗന്ദേയ ജഗത് വിപരിവർത്തതേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുകയാണ്, മയാധ്യക്ഷേണ പ്രകൃതി, എൻ്റെ അധ്യക്ഷതയിലാണ്. അപ്പം എൻ്റെ അധ്യക്ഷതയിൽ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ പ്രകൃതിയെ നിയന്ത്രിക്കാൻ എൻ്റെ അധ്യക്ഷതയിൽ പ്രകൃതി സൂയതേ സചരാചരം, അത് സചരാചരങ്ങളെ ഉണ്ടാക്കി നിലനിർത്തി മറയുന്നു എന്ന് പറയുമ്പോൾ, എൻ്റെ അധ്യക്ഷതയിലാണെന്ന് പറയുമ്പോൾ ഞാൻ ഇതിനേക്കാളുമൊക്കെ സുപ്പീരിയറാണ്. ഏതിനേക്കാളും? പ്രകൃതിയേക്കാളും ഞാൻ സുപ്പീരിയറാണ്. ദാറ്റ് മീൻസ് ഐ ക്യാൻ കൺട്രോൾ ദ നേച്ചർ എന്നർത്ഥം. അപ്പോൾ പ്രകൃതിയെപ്പോലും നിയന്ത്രിക്കാനും അതിന് നിയമം പകരാനും അതിന് താളം പകരാനുമൊക്കെ കഴിയുന്ന സ്വതന്ത്രവും പൂർണ്ണവുമായ ബോധമാണ് ആര്? കൃഷ്ണൻ എന്നർത്ഥെടുക്കണം. അപ്പം ഇതെന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? ഇപ്പോൾ കൃഷ്ണൻ്റെ 8 ഭാര്യമാരും എന്തിനാണ് നമ്മൾ ഈ കഥ കേൾക്കുന്നത്? നമ്മളിലും ഒരു സ്വതന്ത്രവും പൂർണ്ണവുമായ കൃഷ്ണബോധമുണ്ട്, കൃഷ്ണനുണ്ട്. ആ കൃഷ്ണനെ വെച്ചുകൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കാനും മനസ്സിനെ മറ്റ് ചിന്തകളിലേക്ക്, ദൈവീക ചിന്തകളിലേക്ക് തിരിച്ചുവിടാനും അങ്ങനെ മനസ്സിൻ്റെ പിടിയിൽ നിന്നും ഉയരുവാനൊക്കെ ഉള്ളൊരു കഴിവ് ആർക്കുണ്ട്? നമ്മളിലുണ്ട്. അങ്ങനെ എന്തിനാ ഉയരുന്നത്? അങ്ങനെ നിരന്തരം പരിശീലിച്ച് പോയാൽ ദുഃഖങ്ങളിൽ നിന്നെല്ലാം മുക്തരാവാം, ദുഃഖങ്ങളിൽ നിന്നും വിഷമത്തിൽ നിന്നും മുക്തരാവാം. എന്ന് മാത്രമല്ല, ആ ബോധത്തോടടുക്കും തോറും ആത്മസുഖം, ആത്മതൃപ്തി, ആത്മശക്തി കൂട്ടിക്കൊണ്ടുവന്ന് അവസാനം ഈ മനസ്സും ബോധവും ഒന്നാവുന്ന ഒരു നിർവ്വാണം, ബ്രഹ്മനിർവ്വാണം, അല്ലെങ്കിൽ ബ്രഹ്മ ആത്മ ഐക്യം. ആരൊക്കെയാണ്? ബ്രഹ്മ ആത്മ ഐക്യം. ജീവാത്മാവും പരമാത്മാവും ഒന്നായിത്തീരുന്ന ഒരു പുഴയും കടലും ചേരുന്ന പോലെ ഇവിടെ ജീവാത്മാവും ഒന്നിച്ചു ചേർന്ന പൂർണ്ണതയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. മനസ്സിലാവുണ്ടോ? അപ്പം നമ്മുടെ ജീവിതത്തെ ഉയർത്തണം, ചിന്തകളിൽ നിന്നും ഉയർത്തണം, അവസാനം ഉയർത്തി സകല ദുഃഖങ്ങളിൽ നിന്നും ഭയത്തിൽ നിന്നും മുക്തരായി പൂർണ്ണതയിലേക്ക് ചേർക്കണം. ഏതിലേക്ക് ചേർക്കണം?
പൂർണ്ണതയിലേക്ക്. ഏതുപോലെ പോൾ വാൾട്ട് എന്നൊരു കളിയുണ്ട്. പോൾ വാൾട്ട് ഒരു നീളത്തിലുള്ള കുന്തം പിടിച്ച് അല്ലേ, ആ സ്പോർട്സ്മാൻ എന്ത് ചെയ്യും, ആ കുന്തം അങ്ങോട്ട് കുത്തി ആ വടിയുടെ ഒരു കുത്തലിൽ ആളങ്ങോട്ട് പൊങ്ങി പിന്നെ ഒരു ബാറിനപ്പുറത്തേക്ക് ചാടുന്നു. അതാണ് പോൾ വാൾട്ട് എന്നൊരു കളി. ആണോ അല്ലയോ? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇതുപോലെ ബോധത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, ഇതിനെ ആ ബോധത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ സകല ദുഃഖങ്ങളിൽ നിന്നും പുറത്തേക്ക് കടന്ന് അവസാനം പൂർണ്ണ ബോധത്തിലേക്ക് അങ്ങോട്ട് ലയിച്ചു വീഴണം. ഇത് ആർക്ക് സാധിച്ചോ അവരുടെ ജന്മം ലോട്ടറി അടിച്ചു എന്ന് വെച്ചാൽ അവരുടെ ജന്മം ഭാഗ്യമുള്ളതായി, അവരുടെ ജന്മം സഫലമായി പൂർണ്ണമായി. അല്ലാത്തവരോ വീണ്ടും അടുത്ത ജന്മങ്ങളിൽ വന്ന് ഈ യാത്ര തുടരണം. ഏതുവരെ? പൂർണ്ണതയിൽ എത്തുന്നത് വരെ. ഒരു രക്ഷയില്ല. കാരണം അത് സയൻസാണ്. മനസ്സിലായില്ലേ? ഇതൊരു യാത്രയാണ്. അപ്പം അതുകൊണ്ട് കൃഷ്ണൻ്റെ ഭാര്യമാരെന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് 16,000 പെണ്ണുങ്ങളാണെന്ന്. ഇത് പ്രകൃതിയാണ്. ആരാണ്? ആ പ്രകൃതിയെ നിയന്ത്രിക്കാനും നിയമം പകരാനും ആ പ്രകൃതിക്കും അതീതമായി നിൽക്കുന്ന ശുദ്ധബോധമാണ്, പൂർണ്ണ ബോധമാണ്, സ്വതന്ത്ര ബോധമാണ്. ആര്? ഭഗവാൻ എന്ന ബോധം വരണം. ആ ബോധത്തിലേക്കാണ് നമുക്കും ഉയരേണ്ടത്. അതിനാ ബോധത്തെ ഉപയോഗിച്ച് ചിന്തകളുടെ പിടിയിൽ നിന്നും ഉയരാനുള്ള അനുഷ്ഠാനം ചെയ്യാനാണ് എവിടെ പോകേണ്ടത്? അമ്പലങ്ങളിലൊക്കെ പോകണം. ഈ ബോധം നമുക്ക് കൃത്യമായ വ്യക്തമായ ഒരു പിക്ചറായി നമ്മുടെ ഉള്ളിൽ നിൽക്കണം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് ഞാൻ അമ്പലത്തിൽ പോകുന്നത്. ആ ലക്ഷ്യം ക്ലിയറായി. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾക്ക് പിന്നീട് ദുഃഖം ഉണ്ടാവില്ല. കാരണം നിങ്ങൾ പോകുന്ന റൂട്ട് ക്ലിയറാണ്, നിങ്ങൾക്ക് ലക്ഷ്യം ക്ലിയറാണ്. അപ്പം നിങ്ങളുടെ സാധന കൂടുതൽ ആത്മാർത്ഥതയും അർപ്പണവും ആസ്വാദനവും ഉള്ളതായിത്തീരും. അല്ലെങ്കിലോ അത് വെറുമൊരു വിശ്വാസവും ചടങ്ങുമായി മാറും. മനസ്സിലായില്ലേ? ഇത് നിങ്ങൾ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലും. മനസ്സിലാവുണ്ടോ? അറിവ് കൂടുന്തോറും ആഴം കൂടും, ആത്മാർത്ഥത കൂടും. അറിവ് കുറയും തോറും അത് ചടങ്ങായി മാറും. ഇപ്പം അത് കൂടുതൽ ആളുകളും ചടങ്ങായി കൊണ്ട് നടക്കുന്നതിന് കാരണം അതിനെക്കുറിച്ച് വേണ്ടത്ര അറിവ് നമുക്കില്ല. ക്ലിയറാണോ ഈ പറയുന്നത്? അപ്പോൾ ഈ കഥകളൊക്കെ നോക്കൂ. നമ്മൾ കേട്ടിരിക്കുന്ന കഥയും ഇതിൻ്റെ പരമാർത്ഥവും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് എന്നുള്ളത്. അതാണ് വ്യാസഭഗവാന്റെ പ്രതിഭ എന്ന് പറയുന്നത്. കഥകൾക്കുള്ളിൽ ശാസ്ത്രമൊളിപ്പിച്ച പ്രതിഭയാണ് ആര്? വ്യാസപ്രതിഭ. നമുക്കത് കടഞ്ഞെടുത്ത് കണ്ടുപിടിക്കാൻ സാധിക്കലാണ് നമ്മുടെ കഴിവ്. അതിനാണ് നമ്മളൊക്കെ ശ്രമിക്കേണ്ടത്. അതിനാണ് ഗീതയും ഭാഗവതവും ഒക്കെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത്, അല്ലേ? ആണോ? അല്ലാതെ നമ്മൾ വെറുതെ തത്തമ്മയെ പൂച്ച പറഞ്ഞുകൊണ്ട് എന്താ കാര്യം? ഇതൊക്കെ ഭട്ടതിരിപ്പാട് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ പിടികിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. നിങ്ങൾ നാരായണീയത്തിലെ 4-ാം ദശകം തുടങ്ങുന്ന തന്നെ കല്യതം മമ കുരുഷതാവതിം കല്യതേ ഭവതുപാസനം ത്വയാ സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ യോഗചര്യയാ പുഷ്ടിയാചു തുഷ്ടിമാപ്നുയാം എന്നൊക്കെ നാരായണീയത്തിൽ ഭട്ടതിരിപ്പാട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് പിടികിട്ടുന്നവർ വളരെ കുറവാണ്. പുഷ്ടി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? യോഗചര്യ. ഇതൊക്കെ നിങ്ങൾ അനുഷ്ഠിക്കണം. പ്രോപ്പർലി അനുഷ്ഠിച്ചാലേ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഒരു മാറ്റവും ഉണ്ടാവില്ല. അപ്പോൾ നോക്കൂ, നിങ്ങൾ അമ്പലത്തിലൊക്കെ പോകുന്ന ആളുകളിൽ ആന്തരിക മാറ്റം സംഭവിക്കുന്നവർ എണ്ണത്തിൽ കുറവാണോ കൂടുതലാണോ? അപ്പോൾ കൂടുതൽ ആളുകളും ഇതെല്ലാം ബാഹ്യമായി ഒരു വിശ്വാസമായി കൊണ്ട് നടക്കുന്നവരാണ്. ഇതിനെ അറിഞ്ഞ് ആചരിക്കുന്നവർ വളരെ കുറവാണ്. അതിനാണ് നമ്മൾ ഈ ഭാഗവതം പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്രയും മതി. നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഇനി അടുത്ത ക്ലാസ്സിലാണ് അതിഗംഭീരമായൊരു ഭാഗം. കൃഷ്ണനും ഒരു ഡൈവേഴ്സ് കേസിലേക്ക് വന്നു. രുക്മിണി ദേവിക്ക് ഒരു ഡൈവേഴ്സ് നോട്ടീസ് അയക്കും. ആര്? കൃഷ്ണൻ ഡൈവേഴ്സിന് ശ്രമിച്ചിരുന്നു. അറിയും നിങ്ങൾക്ക്?
കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല? ഇല്ല. ഓ, കൃഷ്ണനും ഒരു ഡൈവേഴ്സ് നോട്ടീസ് കൊടുത്തു. ആർക്ക്? ആ അധ്യായത്തിൻ്റെ പേരാണ് കർഹിജിത് അധ്യായം. എന്താണ്? ഒരു കലഹത്തിൻ്റെ അധ്യായം എന്നുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അതിന് രുക്മിണീ ദേവി കൊടുക്കുന്ന ഒരു റിപ്ലൈ ഉണ്ട്. ആർക്ക്? ഇങ്ങോട്ട് നോട്ടീസ് അയച്ചാൽ തിരിച്ചങ്ങോട്ടും നോട്ടീസ് അയക്കണ്ടേ? ആ റിപ്ലൈ കേട്ടോടുകൂടി കൃഷ്ണൻ രുക്മിണീ ദേവിയുടെ കാല് പിടിച്ചു. കേസും വേണ്ട, ഒന്നും വേണ്ട, നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ. അപ്പോൾ ആ അതൊന്ന് വായിക്കണ്ടേ, പഠിക്കണ്ടേ? വേണോ? കൃഷ്ണന് പോലും രുക്മിണീ ദേവിയോട് അത്രയും ആദരവുണ്ടാക്കിയ ഒരു റിപ്ലൈ ആണ് ആര് കൊടുത്തത്? രുക്മിണി കൊടുത്തത്. എന്തായാലും ആ ഒരു ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.